പാലക്കാട്ട് പുത്തൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് പണവും സ്വർണവും കവർന്ന കേസിലെ അന്വേഷണം തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിലേക്കും. മോഷ്ടിച്ച കാറിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് പ്രതികൾ വാളയാർ ടോൾ പ്ലാസ കടന്ന് തമിഴ്നാട്ടിലേക്ക് പോയതായി പോലീസ് സ്ഥിരീകരിച്ചു. പുത്തൂർ ചൊക്കനാഥപുരം റോഡ് റോസ് ഗാർഡൻസിലെ അധ്യാപക ദമ്പതികളുടെ വീട്ടിൽ ഇന്നലെ പകലാണ് മോഷണം നടന്നത്. ഇന്നലെ വൈകിട്ട് ജോലി കഴിഞ്ഞെത്തിയപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്ന വിവരം അധ്യാപകനായ പുത്തൂർ ചൊക്കനാഥപുരം സ്വദേശി പ്രകാശൻ അറിയുന്നത്. പണവും 20 പവൻ സ്വർണവും വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന സ്വിഫ്റ്റ് കാറുമാണ് പ്രകാശിന്റെ വീട്ടിൽ നിന്നും മോഷണം പോയത്. വിവരമറിഞ്ഞെത്തിയ പാലക്കാട് നോർത്ത് പോലീസ് പ്രദേശത്തെ CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ വീടിന് പുറത്ത് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച വെള്ള കാറിൽ ഒരു സംഘം വന്നിറങ്ങുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ഉച്ചയോടെ പ്രകാശിന്റെ കാറിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് മോഷ്ടാക്കൾ വാളയാർ ടോൾ പ്ലാസ കടന്ന് പോയതായും പോലീസ് കണ്ടെത്തി. പൂട്ട് തകർക്കാതെ കള്ളത്താക്കോൽ ഉപയോഗിച്ചാണ് പ്രകാശിന്റെ വീട്ടിൽ മോഷ്ടാക്കൾ കയറിയിട്ടുള്ളത്. മോഷണ രീതി പ്രകാരം തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലുള്ളവരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. തിരുപ്പൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലെ പ്രധാന കവർച്ചാ സംഘങ്ങളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി പ്രതികളിലേക്ക് ഉടൻ എത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നിടത്ത് പട്ടാപ്പകൽ നടന്ന കവർച്ചയുടെ ഭയത്തിലാണ് പാലക്കാട്ടുകാർ. റിപ്പോർട്ടർ, പാലക്കാട്.